ഇതിൻ്റെ അടിയിലോട്ട് ഇനി കയറണം. കുറച്ച് ഭാഗം ഞാനിപ്പോൾ പയ്യെ അകത്ത് കയറിയിട്ടുണ്ട്. കഷ്ടപ്പാടാണ് ഇതിൻ്റെ അകത്ത് കയറുന്നത് പറഞ്ഞാൽ ഈ ഒരു ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോ സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഷിപ്പിൽ നമ്മുടെ ബോട്ടം പ്ലാറ്റ്ഫോം നമ്മൾ ഫോർവേഡ് സൈഡിൽ നമ്മുടെ ടാങ്ക് ടോപ്പിൽ കുറച്ച് ലീക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ നമ്മൾ ഇന്നത് ക്ലിയർ ഔട്ട് ചെയ്യാൻ പോവാണ്. എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അത്യാവശ്യം കുറച്ച് ദിവസമായിട്ട് വെള്ളം അവിടെ കെട്ടിക്കിടപ്പുണ്ട്. അത് എവിടെ നിന്നാണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. കാരണം നോർമലി നമ്മുടെ ഈ ഒരു ടാങ്ക് ടോപ്പ് എന്ന് പറഞ്ഞാൽ ഫുൾ പൈപ്പ് ലൈൻസും കാര്യങ്ങൾ കൂടുതലും സീ വാട്ടറും ഫ്രഷ് വാട്ടറും ആയിരിക്കും വരുന്നത്. അപ്പോൾ ആ ഒരു സീ വാട്ടർ ലൈനിൻ്റെ ഏതോ ഒരു ലൈനിൽ നിന്നാണ് നമുക്ക് വാട്ടർ ലീക്ക് ആകുന്നത്. സോ ആ ഒരു ലീക്ക് അവിടെ നിന്നാണ് നമ്മൾ ജസ്റ്റ് കണ്ടുപിടിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് നമുക്കൊരു ആർക്ക് പോലും കയറാനുള്ള സ്പേസ് ആ ഒരു പൈപ്പ് ലൈൻസിൻ്റെ ഇടയ്ക്കില്ല. ഓക്കെ, അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇന്ന് കയറാൻ പോകുന്നത്. സോ നമുക്ക് എന്താ ജസ്റ്റ് ഇന്ന് കാണാം എങ്ങനെയൊക്കെയാണ് അതിനകത്ത് പോകുന്നത്, എവിടെ നിന്നാണ് ലീക്ക് നമുക്കിന്ന് കണ്ടുപിടിക്കാം. എൻ്റെ ഇന്നത്തെ മെയിൻ ജോബാണത്. ഓക്കെ, സോ നമുക്ക് എന്തായാലും ജസ്റ്റ് ഇത് നോക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജസ്റ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സോ എന്തെങ്കിലും പ്രൊമോഷൻസും കൊളാബറേഷനും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് നമ്മുടെ മെയിലിനകത്ത് ഒരു മെയിൽ സെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സ് ഇട്ടാൽ ഞാൻ അതിന് റിപ്ലൈ ഉണ്ടെങ്കിൽ. സോ നമുക്ക് എന്തായാലും ജസ്റ്റ് വീഡിയോ എടുക്കും. ഓക്കെ, ഇതാണ് നമ്മൾ ബോട്ടം പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുണ്ട്. ഫോർവേഡ് സൈഡാണ്. നമുക്ക് ഇവിടുന്ന് ആണ് നമ്മുടെ എല്ലാ സീ വാട്ടർ പമ്പും ഉള്ളത്. എല്ലാ പമ്പും നിരത്തി വെച്ചിട്ടുണ്ട്. സോ ഇവിടെ ഓൾറെഡി കുറച്ച് വെള്ളമുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് പിന്നെ നോക്കാം. ഇതിപ്പോൾ പോർട്ട് സൈഡാണ്. എനിക്ക് നേരത്തെ അത് ഓൾറെഡി അവിടെ ഉള്ളതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാറുണ്ട്. സോ നമുക്ക് ഇന്ന് സ്റ്റാർ ബോർഡ് സൈഡിലാണ് പണിയുള്ളത്. അപ്പോൾ ജസ്റ്റ് ഇതാണ് നമ്മുടെ സീ വാട്ടർ ലൈന്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇജക്ടർ പമ്പ്. ഓക്കെ, ഇജക്ടർ പമ്പ് എല്ലാവർക്കും അറിയായിരിക്കും. നമുക്ക് ഈ ഫ്രഷ് വാട്ടറിലോട്ട് നമ്മൾ വാക്യൂം ക്രിയേറ്റ് ചെയ്ത് സക്ഷൻ ചെയ്തൊരു പരിപാടിയാണ്. ഓക്കെ, ഞാൻ ഒത്തിരി വിശദീകരിക്കുന്നില്ല, പിന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ ഇതിൻ്റെ അടിയിലാണ് ഇന്ന് നമുക്ക് കയറേണ്ടത്. നിങ്ങൾക്കത് കാണാൻ പറ്റും, ഒരു ഗ്യാപ്പ് നിങ്ങൾക്ക്. ഈ ചെറിയ ഗ്യാപ്പിലാണ് ഞാൻ ഇത്രയും നീളമുള്ള ഞാൻ കയറിപ്പോണ്ടത്. ഓക്കെ, എന്നാലും നമുക്ക് ലീക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഞാൻ ഇവിടെ എന്തായാലും മോപ്പും ബക്കറ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് തുടയ്ക്കാൻ വേണ്ടി. ഓൾറെഡി കുറച്ച് വെള്ളം അതിൻ്റെ അടിയിലുണ്ട്. സോ നമുക്കിത് ക്ലീൻ ചെയ്താൽ മാത്രമേ എവിടെ നിന്നാണ് ലീക്ക് വരുന്നത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ ഇതിൻ്റെ അടിയിലോട്ട് ഇനി കയറണം. കുറച്ച് ഭാഗം ഇപ്പോൾ ഈ ഷിപ്പ് റോൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കറക്റ്റ് എവിടെ നിന്ന് പറയാനും പറ്റത്തില്ല. കാരണം ഷിപ്പ് റോൾ ചെയ്യുന്നതുകൊണ്ട് ഒരു സ്റ്റേബിളായിട്ട് വെള്ളം നമുക്ക് അവിടെ കിടക്കില്ല. ഓക്കെ, അതിങ്ങനെ മൂവ് ചെയ്തിരിക്കും. സോ പാടായിരിക്കും. സോ പക്ഷെ പണ്ട് കാര്യമില്ല, പണി ഇതാണ്, നമുക്ക് ചെയ്തേ പറ്റുള്ളൂ. സോ ഞാൻ എന്തായാലും പയ്യെ അതിൻ്റെ അകത്തോട്ട് ഇനി എനിക്ക് ഇറങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ കുറച്ച് വെള്ളമുണ്ട്. ഞാൻ ഫ്ലാൻസൊക്കെയാണ് ആദ്യം നോക്കുന്നത്. ഓക്കെ, ഞാനിപ്പോൾ പയ്യെ അകത്ത് കയറിയിട്ടുണ്ട്. കഷ്ടപ്പാടാണ് ഇതിൻ്റെ അകത്ത് കയറുന്നത് പറഞ്ഞാൽ ഈ ഒരു ചെറിയ ഗ്യാപ്പിൽ കൂടെ വരികയെന്ന് വെച്ചാൽ ഭയങ്കര പാടാണ്. സോ കുറച്ച് വെള്ളം നമുക്കിവിടെ കാണാം. ജസ്റ്റ് നമുക്ക് എന്തായാലും ഇനി മോപ്പ് ചെയ്യണം അത്. ഓക്കെ, ഇത് കാണാൻ പറ്റും. ഞാൻ ആ ടോർച്ച് അടിക്കുന്ന ഭാഗത്ത് വെള്ളമാണുള്ളത്. സോ അത് എവിടെ നിന്നാണ് ലീക്ക് വരുന്നതെന്ന് സ്റ്റിൽ ഇപ്പോഴും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. നമുക്ക് എന്തായാലും അത് ക്ലീൻ ചെയ്താൽ മാത്രമേ അറിയുള്ളൂ. പക്ഷേ ഈ പൈപ്പ് ലൈൻസിലൊന്നും ലീക്കില്ല, വേറെ വെള്ളമൊന്നും എവിടെയൊന്നും പോകുന്നില്ല. പിന്നെ എവിടെ നിന്നാണ് ഈ വെള്ളം വന്നതെന്ന് ഒരു പിടുത്തമില്ല. സോ ഞാൻ എന്തായാലും മോപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. മോപ്പ് ചെയ്യാനും ഭയങ്കര പാടാണ്. കാരണം ആകെ ചെറിയ സ്പേസാണ്. മേളിൽ പൈപ്പ്, സൈഡിൽ എല്ലായിടത്തും പൈപ്പാണ്. സോ മോപ്പ് ചെയ്യാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കേസാണ്. എനിക്കാണെങ്കിൽ അകത്തോട്ട് ഒത്തിരി കയറാനും പറ്റത്തില്ല. ഓക്കെ, സോ നമുക്കെന്തായാലും പയ്യെ ഞാൻ പറ്റുന്ന പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ടോർച്ച് അടിക്കുന്നത് കാണാൻ പറ്റുമോ, വെള്ളം തറയിലുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് മാക്സിമം മോപ്പ് ചെയ്ത് ഞാൻ ക്ലിയർ ആക്കിയിട്ട് എവിടെ നിന്നാണ് ലീക്കെന്ന് കണ്ടുപിടിക്കാൻ എനിക്കിത് പോകാൻ പറ്റത്തില്ല. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് എന്തായാലും മോപ്പ് ചെയ്ത് ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്ന് ലീക്കും കാര്യങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ രണ്ട് കണ്ടൻസർ പമ്പിൻ്റെ ഫ്രണ്ടിലാണ് ഇനി കുറച്ച് വെള്ളം കെട്ടിക്കിടക്കുന്നത്. ഓക്കെ, ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാം, ഏറ്റവും ഫ്രണ്ടിലാണത്. പമ്പിൻ്റെ മുന്നിൽ മേ ബി ഇനിയൊരു ചാൻസ് ഈ ഒരു പമ്പിൽ നിന്ന് ലീക്ക് വരാനാണ് ചാൻസ് കൂടുതൽ. സോ നമുക്ക് ജസ്റ്റ് ഈ ഒരു വെള്ളവും കൂടി ക്ലിയർ ആക്കിയിട്ട് വേണം നമുക്ക് ഇതിനകത്ത് ലീക്കുണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ പറ്റുള്ളൂ. സോ നമുക്കെന്തായാലും ജസ്റ്റ് അതുകൂടെ ഒന്ന് ക്ലിയർ ആക്കാം. ഓക്കെ, ഞാനങ്ങനെ ഫൈനലി ഞാൻ നമ്മുടെ ലീക്ക് കണ്ടുപിടിച്ചിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ടിൽ നിന്ന് വന്ന ആ ഒരു കണ്ടൻസർ പമ്പിൽ നിന്നായിരുന്നു ലീക്ക്. പക്ഷെ വലിയ ലീക്കില്ല. ഞാൻ ഓൾറെഡി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ വെള്ളം വീണപ്പോഴാണ് ഞാൻ മേലോട്ട് നോക്കിയത്. ഈ ഒരു ഫ്ലെയിം ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, വെള്ളം ജസ്റ്റ് ഡ്രോപ്പാണ്, ജസ്റ്റ് മൈന്യൂട്ട് ലീക്കാണ് നമുക്കുള്ളത്. പക്ഷേ മൈന്യൂട്ട് ലീക്കായാലും നമുക്ക് അതിനായിട്ട് നല്ല രീതിക്ക് എൻ്റെ വൃത്തികേടാക്കും നമ്മുടെ ഏരിയ. ഓക്കെ, സോ ഫൈനലി ലീക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. ജസ്റ്റ് അത് മേ ബി ആ ഒരു നട്ട് ലൂസായിരിക്കും, എക്സ്പാൻഷൻ വല്ലതും സംഭവിച്ച് അങ്ങനെ ആയതായിരിക്കും. ഓക്കെ, സോ എന്തായാലും ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇതെന്തായാലും ഞാൻ തന്നെ സെറ്റ് ചെയ്തേ പറ്റുള്ളൂ. സോ
ഇതിന് ശേഷം ഞാനത് നട്ട് മുറുക്കിയിട്ട് എന്തായാലും ഇതെനിക്ക് ചീഫ് എഞ്ചിനീയറിനെ കാണിക്കണം, ഇവിടെ നിന്നാണ് ലീക്ക് കണ്ടുപിടിച്ചു സെറ്റാക്കി പ്രോബ്ലം സോൾവ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചാലാണ് ഒരു വില കിട്ടുന്നത്. സോ വീഡിയോ എന്തെങ്കിലും വൈൻഡപ്പ് ചെയ്യണം. ചാനൽ മറക്കുക, സബ്സ്ക്രൈബ് ചെയ്തൊക്കെ പുതിയ വീഡിയോ വരെ. ബൈ ഗൈസ്.